ടെക്സ് ആൻഡ് കിഡ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് നെറ്റ്ലിക്കൈറ്റ്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ചാൾസ് ബാബേജ്. ഇതാണ് ചാൾസ് ബാബേജിൻ്റെ ചിത്രം. ഇത് കുട്ടികൾ നന്നായി മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് ഈഗിൾ ബർട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രവും മക്കൾ നന്നായി പഠിക്കുക. കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് ഈഗിൾ ബർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. 1960കളിൽ അദ്ദേഹം അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. ഇദ്ദേഹത്തെ RMS എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കുക. 1983 അദ്ദേഹം GNU പ്രൊജക്റ്റ് ആരംഭിക്കുകയും 1985 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനായി ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും ചെയ്തു. ഉപയോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം തുടങ്ങിയത് എന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ആരാണ്? അതിൻ്റെ ആൻസർ ലിനസ് ടോൾവാർഡ്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രവും മക്കൾ നന്നായി കണ്ട് പഠിക്കുക. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗമായ ലിനക്സ് കേണൽ വികസിപ്പിച്ചെടുത്തത് ലിനസ് ടോൾവാർഡ്സ് ആണ്. 1991 അദ്ദേഹം ഇത് പുറത്തുവിട്ടത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പൂർണ്ണമായ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യഥാർത്ഥത്തിൽ റിച്ചാർഡ് സ്റ്റാൾമാൻ്റെ GNU പദ്ധതിയിലെ ടൂളുകളും ലിനസ് ടോൾവാർഡ്സിൻ്റെ ലിനക്സ് കേണലും ഒന്നിച്ച് ചേർന്നതാണ്. അതുകൊണ്ട് സാങ്കേതികമായി ഇതിനെ GNU ലിനക്സ് എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? ഇദ്ദേഹത്തിൻ്റെ ചിത്രം മക്കൾ നന്നായി പഠിക്കുക. വിൻസ്റ്റൺ ജി സെർഫി എന്ന് പറയും. ഇൻ്റർനെറ്റിൻ്റെ പിതാക്കന്മാരായിട്ട് അറിയപ്പെടുന്നത് വിൻസെർഫും ബോബ് കാനും എന്നിവരാണ്. ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യയായ TCP/IP പ്രോട്ടോക്കോൾ, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വികസിപ്പിച്ചെടുത്തത് ഇവർ ചേർന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ ജാലകമാണെന്ന് മനസ്സിലാക്കുക. ഇത് ടൂൾ ബോക്സ് ആണെന്ന്, അതുപോലെ തന്നെ സെൻറ്ററിലെ ക്യാൻവാസും ഏറ്റവും താഴെ കളർ പാലറ്റുമാണെന്ന് മനസ്സിലാക്കുക. ഇത് കളർ പെയിൻറ്റിൻ്റെ ജാലകമാണെന്ന് മനസ്സിലാക്കുക. കളർ പെയിൻറ്റിൻ്റെ ലോഗോ ഏതാണ്? ഇതാണ് കളർ പെയിൻറ്റിൻ്റെ ലോഗോ. നമുക്ക് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കളർ പെയിൻറ്റ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കളർ പെയിൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രധാന ഫയൽ ഫോർമാറ്റുകൾ ഏതൊക്കെ? PNG ആണ്. നമ്മൾ കളർ പെയിൻറ്റിൽ ഒരു പ്രവർത്തനം ചെയ്ത് സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫയൽ ഫോർമാറ്റായിട്ട് PNG ആണ് കാണുന്നത്. അതുപോലെ തന്നെ PNGയുടെ പൂർണ്ണരൂപം പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ JPGയുടെ പൂർണ്ണരൂപം ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ BMP ബിറ്റ്മാപ്പ് ഇമേജ് ഗിഫ് ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതും പ്രധാനപ്പെട്ട കീകളാണ്, കീബോർഡിലെ പ്രധാനപ്പെട്ട കീകളാണ്. കീയുടെ പേര്, അതിൻ്റെ ഉപയോഗം. സ്പേസ് ബാർ കീബോർഡിലെ ഏറ്റവും വലിയ കീയാണ് സ്പേസ് ബാർ. അതിൻ്റെ ഉപയോഗം വാക്കുകൾക്കിടയിൽ അകലം ക്രമീകരിക്കാൻ, അകലം നൽകാൻ വേണ്ടിയാണ് സ്പേസ് ബാർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക.
നെക്സ്റ്റ് എൻ്റർ കീ ആണ്. അടുത്ത വരിയിലേക്ക് കടക്കാനാണ് എൻ്റർ കീ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്പേസ് ബാർ, ഇതും പ്രധാനപ്പെട്ടതാണ്. സ്പേസ് ബാറിലെ ബാക്ക് സ്പേസ് കീ. കഴ്സറിന് ഇടതുവശത്തുള്ള അക്ഷരം മായ്ക്കാനാണ് ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡിലീറ്റ് കീ, കഴ്സറിന് വലതുവശത്തുള്ള അക്ഷരം മായ്ക്കാൻ ഡിലീറ്റ് കീ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. മക്കൾ നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, അതിനുശേഷം ഹൈപ്പ് ചെയ്യുക. ഷിഫ്റ്റ് കീയുടെ ഉപയോഗം ഇംഗ്ലീഷ് വലിയ അക്ഷരങ്ങൾ, ഒരു കീയിൽ 2 ചിഹ്നങ്ങളുണ്ടെങ്കിൽ മുകളിലെ ചിഹ്നം എന്നിവ ടൈപ്പ് ചെയ്യാൻ ഈ കീയോടൊപ്പം മറ്റു കീയും ഉപയോഗിക്കാം. നെക്സ്റ്റ്, ലിബർ ഓഫീസ് റൈറ്ററിലെ ടൂൾ ബാർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് ടൂൾ ബാർ ആണ്? അതിൻ്റെ ആൻസർ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കത്തുകൾ, നെയിം സ്ലിപ്പുകൾ, ആശംസാ കാർഡുകൾ എന്നിവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഏതാണ്? ഇതിൻ്റെ ആൻസർ ലിബർ ഓഫീസ് റൈറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ ലോഗോ ഏതാണ്? ഇതാണ് ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ ലോഗോ എന്ന് മനസ്സിലാക്കുക. ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ്? ആൻസർ .odt. ODTയുടെ പൂർണ്ണരൂപം ഓപ്പൺ ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് ആണെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗണിത ചിത്രങ്ങൾ അഥവാ ജ്യാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? അതിൻ്റെ ആൻസർ ജിയോജിബ്രയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിയോജിബ്രയുടെ ഫയൽ ഫോർമാറ്റ് എന്താണ്? അതിൻ്റെ ആൻസർ .ggb എന്നതാണെന്ന് മനസ്സിലാക്കുക. ഇതും പ്രധാനപ്പെട്ടതാണ്. ജിയോജിബ്രയുടെ ലോഗോ, ഇത് മക്കൾ നന്നായി പഠിക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ് ആര്? ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ് മാർക്കസ് ഹോംഹൻ വാർട്ടർ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ജാലകം ഏതാണ്? ആൻസർ ജിയോജിബ്ര ജാലകമാണെന്ന് മനസ്സിലാക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ പോളിഗൺ വരയ്ക്കുന്നതിനുള്ള ടൂൾ ഏതാണ്? ഇതാണ് പോളിഗൺ വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള ടൂള്. ഓപ്ഷൻ ഡി, പോളിഗൺ ടൂള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിമേഷനുകളും ഗെയിമുകളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? ആൻസർ സ്ക്രാച്ച് ആണെന്ന് മനസ്സിലാക്കുക. സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ലോഗോ ഏതാണ്? അത് വിട്ടുപോയിട്ടുണ്ട്, മക്കൾ നോക്കി പഠിക്കുക. നെക്സ്റ്റ്, സ്റ്റേജും സ്പ്രൈറ്റും സ്ക്രാച്ചിൽ തയ്യാറാക്കുന്ന ഗെയിമുകളിലും അനിമേഷനുകളിലും ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ സ്പ്രൈറ്റ് എന്ന് വിളിക്കുന്നു. ഇതാണ് സ്പ്രൈറ്റ്. ഈ സ്പ്രൈറ്റുകൾ ക്രമീകരിക്കുന്നതിനുള്ള വെളുത്ത പശ്ചാത്തലമാണ് സ്റ്റേജ്. ഇതിലെ വെളുത്ത പശ്ചാത്തലം സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റേജിലെ കഥാപാത്രമാണ് സ്പ്രൈറ്റ്. ഇതാണ് സ്റ്റേജ്. സ്റ്റേജിലെ കഥാപാത്രം സ്പ്രൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ജാലകം ഏതാണ്? സ്ക്രാച്ചിൻ്റെ സോഫ്റ്റ്വെയർ ജാലകമാണെന്ന് മനസ്സിലാക്കുക. സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഫോർമാറ്റ് ഏത്? .sb3 ആണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന്. നിർദ്ദേശങ്ങളും ഉപയോഗവും. ടേൺ റൈറ്റോട്ടുള്ള ആരോയാണ്, വലതുവശത്തേക്കുള്ള ആരോയാണ്. അതിലെ 15 ഡിഗ്രി വലത്തോട്ട് തിരിയാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. വലത്തോട്ട് തിരിയുന്നതിന് ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ ഇടത്തോട്ട് തിരിയുന്നതിന് വേണ്ടിയുള്ള സ്ക്രാച്ച് പ്രോഗ്രാമാണ് ഇത്, മനസ്സിലാക്കുക. നെക്സ്റ്റ്, സ്പ്രൈറ്റിനെ തുടർച്ചയായി ചലിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഫോർഎവർ എന്ന് മനസ്സിലാക്കുക. മൂവ് 10 സ്റ്റെപ്സ്. തുടർച്ചയായി ആവർത്തിക്കുന്നതിനുള്ള നിർദ്ദേശം. സ്ക്രാച്ചിൽ ഒരു പ്രവർത്തനം തുടർച്ചയായി ആവർത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഫോർഎവർ. പ്രവർത്തനം ആരംഭിക്കുന്നതിന്
പച്ച ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കോഡാണ് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നും മനസ്സിലാക്കുക. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കോഡ് ഏതാണ്? വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് 20 സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള കോഡാണ് മൂവ് 20 സ്റ്റെപ്സ് എന്ന് മനസ്സിലാക്കുക. പിക്ടോബ്ലോക്സിൻ്റെ ലോഗോ ഏതാണ്? ഇത് മനസ്സിലാക്കുക. പിക്ടോബ്ലോക്സിൻ്റെ ലോഗോയാണിത്. കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, റോബോട്ടിക്സ് എന്നിവ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു അത്യാധുനിക പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഏത്? ആൻസർ പിക്ടോബ്ലോക്സ്. താഴെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ജാലകം ഏതാണ്? ആൻസർ പിക്ടോബ്ലോക്സിൻ്റേതാണെന്ന് മനസ്സിലാക്കുക. ഇൻ്റർനെറ്റിൽ വിവരങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ ആവശ്യമായ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ വെബ് ബ്രൗസർ. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതൊക്കെ? ഈ ചിത്രങ്ങളെല്ലാം മക്കൾ നന്നായി കണ്ട് തന്നെ പഠിക്കുക. ഇത് മൊസില്ല ഫയർഫോക്സ് ആണ്. ഇത് ഗൂഗിൾ ക്രോം, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിളിൻ്റെ സഫാരി, അതുപോലെ തന്നെ ഒപ്പേറ. ഇതൊക്കെ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണെന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട സെർച്ച് എൻജിൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഗൂഗിൾ, ബിങ്, ഡക്ക് ഗോ, യാഹൂ, ബെയ്ഡു, യാൻഡെക്സ്. ഇതൊക്കെ പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ലോഗോയാണിത്. ബിങ്ങിൻ്റെ ലോഗോ, യാഹൂവിൻ്റെ ലോഗോ, ഡക്ക് ഗോയുടെ ലോഗോ, ബൈദുവിൻ്റെ ലോഗോ, യാൻഡെക്സിൻ്റെ ലോഗോ. ഇതൊക്കെ സെർച്ച് എൻജിനാണെന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണ് ഗൂഗിൾ, ബിങ്, യാഹൂ, ഡക്ക് ഗോ, ബൈഡു, യാൻഡെക്സ്. നെക്സ്റ്റ്, വിക്കിപീഡിയയുടെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ? വിക്കിപീഡിയ ലോഗോയും. ഇതാണ് വിക്കിപീഡിയയുടെ ലോഗോ. വിക്കിപീഡിയയുടെ ഉപജ്ഞാതാക്കൾ ജിമ്മി വെയിൽസും ലാറി സാങ്ങറാണെന്നും മനസ്സിലാക്കുക. ഇവരുടെ ചിത്രവും പഠിക്കുക. ഇൻ്റർനെറ്റിൽ നിന്നു ലഭിക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും പങ്കുവയ്ക്കുന്നതും കുറ്റകരമാണ്. വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താതെ ഒരിക്കലും മറ്റുള്ളവർക്കത് പങ്കുവയ്ക്കരുത്. ആധികാരികമല്ലാത്ത വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവരെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ആകാശക്കാഴ്ചകൾ കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഇതും പ്രധാനപ്പെട്ടതാണ്. സ്റ്റെല്ലേറിയം ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ലോഗോ ഏതാണ്? ഇതാണ് സ്റ്റെല്ലേറിയത്തിൻ്റെ ലോഗോ. ഇതും പ്രധാനപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ജാലകം ഏതിൻ്റേതാണ്? ഇത് സ്റ്റെല്ലേറിയത്തിൻ്റെയാണ്. ഈ ഒരു ടൂളൊക്കെ പരിചയപ്പെടണം. ഇത് സെർച്ച് വിൻഡോയാണ്. ഇത് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ലൊക്കേഷൻ വിൻഡോയാണ്, ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. ഇത് ഗ്രൗണ്ടാണെന്ന് മനസ്സിലാക്കുക. അതായത് ആകാശക്കാഴ്ച കാണാൻ കഴിയുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ ഭൂമിയെ മറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആകാശക്കാഴ്ച കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഗ്രൗണ്ട് ടൂളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റെല്ലേറിയത്തിൻ്റെ ജാലകമാണെന്ന് മനസ്സിലാക്കുക. ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായകരമായ സോഫ്റ്റ്വെയർ ഏതാണ്? കെ ജിയോഗ്രഫിയുടെ ലോഗോ ഏത്? ഇതാണ് കെ ജിയോഗ്രഫിയുടെ ലോഗോ. ഇതും മക്കൾ നന്നായി പഠിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ജാലകം ഏത് സോഫ്റ്റ്വെയറിൻ്റേതാണ്? ഇത് കെ ജിയോഗ്രഫിയുടേതാണെന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് പ്രാവീണ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഇക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനുശേഷം ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലിറ്റിൽ കിഡ്സ് എഴുതുന്ന എല്ലാ മക്കൾക്കും അതിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.